Welcome back, dear students. Today we are going to the section of short stories. The first short story is Girls, which was written by Mrinal Pandey. Who is Mrinal Pandey? Mrinal Pandey was born on 26 February in 1946. She was born on 26 February in 1946. The place of birth is Tikamka, Madhya Pradesh. And she was the chief editor of Hindi daily Hindustan, and she left it on 31st August 2009. She has published several collections of short stories as well as plays and novels. She has a distinguished career in journalism and the media. Here, the short story Girls. The Girls was first published in 1983 in Dharmayuk, Hindi weekly Dharmayuk. Girls was first published in Hindi weekly Dharmayuk in 1983, and the English translation in the same year in Manushi, a journal about women and society. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഷോർട്ട് സ്റ്റോറി ഇവിടെ ഫസ്റ്റ് വരുന്നത് ഗേൾസ് ആണ്. ഗേൾസ് എന്ന ഈ ഷോർട്ട് സ്റ്റോറി എഴുതിയിരിക്കുന്നത് മൃണാൽ പാണ്ഡെയാണ്. ജനിക്കുന്നത് 26 ഫെബ്രുവരി 1946 മധ്യപ്രദേശിലെ ടിക്കംഗറിലാണ് അവർ ജനിക്കുന്നത്. ഹിന്ദി ഡെയിലി ഹിന്ദുസ്ഥാൻ്റെ ചീഫ് എഡിറ്ററായിട്ടൊക്കെ വർക്ക് ചെയ്തവരാണ് അവർ. അതിൽ നിന്നും ലെഫ്റ്റ് ആവുന്നത് പിന്നെ 31 ആഗസ്റ്റ് 2009 അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ജേർണലിസത്തിലും മീഡിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഡിസ്റ്റിങ്ക്വിഷ്ഡ് കരിയർ മൃണാൽ പാണ്ഡെ വഹിച്ചിട്ടുണ്ട്. ഒരുപാട് കളക്ഷൻസ് ഓഫ് ഷോർട്ട് സ്റ്റോറീസും അതുപോലെ തന്നെ പ്ലേസും നോവൽസും ഒക്കെ അവരുടേതായിട്ടുണ്ട്. അപ്പം നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ഗേൾസ് എന്ന് പറഞ്ഞ ഷോർട്ട് സ്റ്റോറി, ഈ ഒരു ഷോർട്ട് സ്റ്റോറി ശരിക്കും പറഞ്ഞാൽ ഗേൾസിനെ എങ്ങനെയാണ് സൊസൈറ്റിയിൽ ട്രീറ്റ് ചെയ്യുന്നത്, എത്ര പ്രോഗ്രസീവ് സൊസൈറ്റി ആണെങ്കിൽ പോലും ഇപ്പോഴും ഗേൾസിനെ ഏത് തരത്തിലാണ് സൊസൈറ്റിയിൽ ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലൂടെ മൃണാൽ പാണ്ഡെ പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഗേൾസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ നറേറ്റർ എന്ന് പറയുന്നത് ഒരു 8 ഇയർ ഓൾഡ് ഗേളാണ്, ഒരു 8 വയസ്സായ ഒരു പെൺകുട്ടി. അവളിലൂടെയാണ് അല്ലെങ്കിൽ ആ ഒരു നറേറ്ററിലൂടെയാണ് ഈ ഒരു സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോറി എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഗേൾസിനെ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ബോയ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ മെയിൽസ് എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറി അവർക്കാണ് അവരെപ്പോഴും ഒരു സുപ്പീരിയർ റോള് കൈകാര്യം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരാണ് എല്ലാവരും ഈ ഒരു പെൺകുട്ടിയെ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്, ആ വീട്ടിലെ തന്നെ മറ്റൊരു ആൺകുട്ടി ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്നൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് നമ്മുടെ മുന്നിൽ നമ്മുടെ റൈറ്റർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗേൾസ് എപ്പോഴും ഒരു സെക്കൻഡറി റോളാണ് പ്ലേ ചെയ്യുന്നത് സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ ഷീ ഈസ് ഓൾവേസ് കൺസിഡേർഡ് ആസ് ഇൻഫീരിയർ ഓർ അതർ, ഇൻഫീരിയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു അതർ ആയിട്ടാണ് എപ്പോഴും ഗേൾസിനെ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് സ്റ്റോറിയിൽ നോക്കാം. The day we left with Ma, but anyway the floor was flooded with water. Ma held up her sari and called Saru's mother, who was trying to eavesdrop from the adjacent room, to mop up the water, because if someone were to slip and break their bones, it would be yet another problem. To Ma, everything in life is a problem. അപ്പോൾ ഞങ്ങൾ അമ്മയുടെ കൂടെ നാനിയുടെ വീട്ടിൽ പോകാൻ നിന്ന ആ ഒരു ദിവസം ബാബു ഒരു സുറായി ബ്ലോക്ക് ചെയ്തു. ബാബു എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ അച്ഛനാണ്, നമ്മുടെ നറേറ്ററിൻ്റെ അച്ഛനാണ്. ഇപ്പോൾ കുട്ടി നറേറ്റർ പറയാണ്, ഐ ഡോണ്ട് നോ വെദർ ഹി ഡിഡ് ഇറ്റ് ഓൺ പേർപ്പസ് ഓർ ബൈ ആക്സിഡൻറ്റ്. അങ്ങനെ ചെയ്തത് മനഃപൂർവ്വമാണോ അതോ ആക്സിഡൻ്റായിട്ട് എന്നുവെച്ചാൽ അറിയാതെ സംഭവിച്ചതാണോ എന്ന് അറിയില്ല. പക്ഷെ എന്തായാലും നമ്മുടെ ഫ്ലോറ് മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞു. അപ്പം അമ്മ മാ ഹെൽഡ് അപ്പ് ഹർ സാരി ആൻഡ് കോൾഡ് സാരൂസ് മദർ. അമ്മ സാരി പൊക്കി പിടിച്ചിട്ട് സരുവിൻ്റെ അമ്മയെ വിളിക്കുകയാണ്. സരുവിൻ്റെ അമ്മയെ എന്തിനാണ് വിളിക്കുന്നത്? ആ ഒരു ഫ്ലോറ് മോപ്പ് ചെയ്യാൻ വേണ്ടി, വെള്ളം മോപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ആ സമയം സരുവിൻ്റെ അമ്മ എന്താ ചെയ്തിരുന്നത്?
അടുത്ത റൂമിൽ നിന്നിട്ട് ഇവരെന്താ പറയുന്നതെന്ന് ചെവിയോർത്ത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ഒരു രീതിയിലാണ് സരുവിൻ്റെ അമ്മ ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇവരെന്തൊക്കെ പറയുന്നതെന്ന് ചെവിയോർത്ത് നിൽക്കുകയാണ്. ബിക്കോസ് ഇഫ് സമൺ വർ ടു സ്ലീപ്പ് ആൻഡ് ബ്രേക്ക് ദെയർ ബോൺസ് ഇറ്റ് വുഡ് ബി എറ്റ് അനദർ പ്രോബ്ലം. അപ്പോൾ ഈ മോപ്പ് കൊണ്ട് എന്താണ് ഫ്ലോർ ക്ലീൻ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും വഴുക്കി വീണും അപ്പോൾ അതെന്താണ് വീണ്ടും ഒരു പ്രശ്നമാവും, അതും എന്താണ് ഒരു പ്രോബ്ലമായി മാറും. അപ്പോൾ അമ്മയെ സംബന്ധിച്ച് എല്ലാം എന്താണ് പ്രോബ്ലമാണ്. ടു മാ എവറിത്തിങ് ഇൻ ലൈഫ് ഈസ് എ പ്രോബ്ലം. ജീവിതത്തിലെ എല്ലാം തന്നെ എന്താണ് അമ്മയെ സംബന്ധിച്ചിട്ട് ഒരു പ്രശ്നമാണ് എന്നാണ് പറയുന്നത്. ആസ് ഫാർ ആസ് ഷീ ഈസ് കൺസേൺ, whether we are at home or at school or just playing around, we are a problem. എന്താണ് ഇപ്പോൾ അവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ അമ്മയെ സംബന്ധിച്ച് എന്താണ്, ഇപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിലും ഞങ്ങൾ കുട്ടികൾ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ വീട്ടിലെ അടുത്ത് തന്നെ ആയിട്ട് എന്താണ് കളിക്കുന്നുണ്ടെങ്കിൽ പോലും ഒക്കെ എന്താണ് അമ്മയെ സംബന്ധിച്ച് എല്ലാം ഞങ്ങളൊരു പ്രോബ്ലമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മയെ സംബന്ധിച്ച് എല്ലാം തന്നെ എന്താണ് എവറിത്തിങ് ഇൻ ലൈഫ് ഈസ് പ്രോബ്ലം. While mopping the floor, Saru's mother looked up at Ma and asked, "This time you will be away for at least 3 months, won't you?" അപ്പോൾ ഫ്ലോർ മോപ്പ് ചെയ്യുന്ന സമയത്ത് സരുവിൻ്റെ അമ്മ എന്താണ് അമ്മയെ നോക്കിയിട്ട് പറയുകയാണ് അല്ലെങ്കിൽ ചോദിക്കുകയാണ്, എന്താണ് ഈ ഒരു സമയം നീ നാനിയുടെ വീട്ടിൽ പോയാൽ അല്ലെങ്കിൽ നാനിയുടെ വീട്ടിലേക്കാണല്ലോ ഇവർ പോകുന്നത്, അപ്പോൾ അവിടെ പോയാൽ പ്രാവശ്യം എന്തായാലും ഒരു 3 മാസം നിൽക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ്. ആരെയും വോണ്ട് യു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവരുടെ കൈകൾ എന്താണ് അവരുടെ തൈസിൽ വെച്ചുകൊണ്ട്, അപ്പോൾ പ്രഗ്നൻ്റാണ് അമ്മ, പ്രഗ്നൻ്റാണ്. അപ്പോൾ തൈസിൽ വെച്ചുകൊണ്ട് നമ്മൾ പറയുകയാണ്, ആ ഒരു വെയിറ്റൊക്കെ എന്താണ് അവർ അസസ് ചെയ്യുന്ന മാതിരി അവർ പറയുകയാണ്. ഈ ഒരു സരുയുടെ അമ്മയുടെ അടുത്ത് പറയുകയാണ്, യെസ് ദേ വോണ്ട് അലോ മീ ടു കം ബാക്ക് സൂൺ എന്നാണ്. അവരെന്തായാലും എന്നെ അത്ര പെട്ടെന്നൊന്നും അവിടുന്ന് പറഞ്ഞ് ഇങ്ങോട്ട് അയക്കില്ല, അപ്പം 3 മാസമെങ്കിലും അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. ഷീ ടേൺ ടു മീ ആൻഡ് ഓർഡേർഡ് മീ ടു ഗോ ഔട്ട് ആൻഡ് പ്ലേ. അമ്മ എൻ്റെ നേരെ തിരിഞ്ഞിട്ട് എന്താണ് എന്നോട് പുറത്ത് പോയി കളിക്കാൻ പറയുകയാണ്. I always seem to turn up at the wrong time and at the wrong place. As I was leaving the room, I managed to pick up a piece of the broken surai, which I enjoy sucking, and I overheard Ma addressing either Saru's mother or the cobwebs hanging from the roof. I hope it's a boy this time. It will relieve me of the nuisance of going through another pregnancy. I could just imagine Saru's mother in her usual manner shaking her head and saying, why not, why not? അപ്പം അമ്മ പറഞ്ഞതനുസരിച്ചിട്ട് എന്താണ് അവൾ ആ ഒരു റൂമിൽ നിന്ന് പോകാൻ നിൽക്കുകയാണ്, കളിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാൻ പറഞ്ഞല്ലോ അമ്മ. അപ്പോൾ അവൾക്ക് തോന്നുകയാണ് ഞാൻ എപ്പോഴും എന്താണ് തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലങ്ങളിൽ എപ്പോഴും ഞാൻ എന്താണ് ഉണ്ടാവുന്നുണ്ട് എന്നവൾക്ക് സ്വയം തോന്നുകയാണ്. അവൾ പോകുന്ന സമയത്ത് റൂം വിട്ട് പോകുന്ന സമയത്ത് ആ സുരായി ബ്ലോക്ക് ചെയ്ത അതിൻ്റെ പീസ് ഉണ്ടാവുമല്ലോ, അതും എടുത്ത് അത് സെക്ക് ചെയ്യുന്നത് എൻജോയ് ചെയ്തുകൊണ്ട് ആ ഒരു റൂം ലീവ് ചെയ്യാൻ നോക്കുകയാണ്. ആൻഡ് ഐ ഓവർഹെഡ് മൈ അഡ്രസ്സിങ് ആയത് സാരൂസ് മദർ. ആ സമയം അവൾ ആ റൂം വിട്ട് പോകുന്ന സമയത്ത് അവൾ അമ്മ അഡ്രസ്സ് ചെയ്യുന്നത് കേൾക്കുകയാണ്. അത് ചിലപ്പം സാരുയുടെ അമ്മയോടാവാം, അല്ലെങ്കിൽ റൂഫിൽ ഹാങ് ചെയ്തിരിക്കുന്ന കോബബ്സിനോടായിരിക്കാം. എന്തിനോടോ അമ്മ എന്താണ് പറയാണ്, എന്താ പറയുന്നത്, ഐ ഹോപ്പ് ഇറ്റ്സ് എ ബോയ് ദിസ് ടൈം. ഈ സമയമെങ്കിലും എനിക്കെന്താണ് ഒരു ആൺകുട്ടി ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പം ആ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ റിലീവ് മീ ഓഫ് ദ ന്യൂസൻസ് ഓഫ് ഗോയിങ് ത്രൂ അനദർ പ്രഗ്നൻസി. അപ്പോൾ ഇപ്രാവശ്യം എന്താണ് ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ് ഇനിയൊരു പ്രഗ്നൻസിയിലേക്ക് പോകേണ്ടി വരില്ല. എന്ന് വെച്ചാൽ ഒരു ആൺകുട്ടിയെ കിട്ടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ എനിക്ക് ആൺകുട്ടി ആയിട്ടില്ലേ എന്നുള്ള ഒരു നോസൻസ് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ അവരെ എന്താണ് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചോദ്യങ്ങൾ അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ അവൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഒരു ആൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ്. I could just imagine Saru's mother in her usual manner shaking her head and saying, why not, why not? അപ്പോൾ ഈ ഒരു പെൺകുട്ടി നമ്മുടെ നറേറ്റർ
ഇമാജിൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവർക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. സാറുടെ അമ്മ ഇപ്പോൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? അവരുടെ യൂഷ്വൽ മാനറിൽ അവരവരുടെ ഹെഡൊക്കെ ഷേക്ക് ചെയ്തുകൊണ്ട് തലകുലുക്കിയും കൊണ്ട് പറയുന്നുണ്ടായിരിക്കും, വൈ നോട്ട്, എന്തുകൊണ്ടില്ല, പ്രാവശ്യം എന്തായാലും ആൺകുട്ടി ആയിരിക്കും എന്നുള്ള രീതിയിൽ സാറുവിൻ്റെ അമ്മ പറയുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. When we reached the station, I scrambled onto the train, fought my way through people and luggage and secured a place next to the window. അപ്പം നാനിയുടെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എന്താണ് നമ്മുടെ നറേറ്റർ എന്താ ചെയ്യുന്നത്, അവിടെ സ്ക്രാമ്പിൾ ചെയ്തുകൊണ്ട് തിരക്കി എന്താണ് ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. എന്നിട്ട് ആളുകൾക്കിടയിലൂടെ, അല്ലെങ്കിൽ ഒരുപാട് ലഗേജസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനിടയിലൂടെയൊക്കെ പോയി എന്താണ് വളരെ സെക്യൂർ ആയിട്ടുള്ളൊരു പ്ലേസ് കണ്ടെത്തുകയാണ്. വിൻഡോൻ്റെ നെക്സ്റ്റ് ആയിട്ട് ജനാലക്കരികിലായിട്ട് തന്നെ ഒരു സ്ഥലം എന്താണ് പിടിക്കുകയാണ് ആ കുട്ടി, നറേറ്റർ. പിന്നീട് എന്താണ്, ട്രെംഫിളിങ് ഐ സ്ട്രക്ക് മൈ ടങ് ഔട്ട് അറ്റ് എവരി വൺ ആൻഡ് വെൻ ബട്ട് when I noticed Ma's gaze turning towards me, I immediately started chanting the alphabet. അങ്ങനെ അവൾ ആ ഒരു പ്ലേസിൽ ഇരുന്നിട്ട്, ജനാലിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് അവൾ വളരെ സന്തോഷത്തോടു കൂടി, അവൾ വളരെ ആവേശത്തിലാണ്. അങ്ങനെ ആവേശത്തിലിരുന്നു കൊണ്ട് പുറത്ത് നോക്കിയിട്ട് നാവ് കൊണ്ട് എന്താണ് ഓരോ ആംഗ്യങ്ങളൊക്കെ കാണിക്കുകയാണ്. ഈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ഇളിച്ചും കൊണ്ട് അങ്ങനെ കാണിക്കില്ലേ കുട്ടികളുടെ ഓരോ കളികൾ, ആ രീതിയിലൊക്കെ കാണിക്കുകയാണ്. ബട്ട് വെൻ ഐ നോട്ടീസ് മാസ് ഗേസ് ടേണിംഗ് ടുവാർഡ്സ് മീ, I immediately started chanting the alphabet E for Emily, E for egg. അപ്പം ആ സമയത്ത് അമ്മ തന്നെ തുറച്ച് നോക്കുന്നുണ്ട് എന്ന് കുട്ടി മനസ്സിലാക്കിയപ്പോൾ കുട്ടി പെട്ടെന്ന് തന്നെ എന്താ ചെയ്യുന്നത്, ഈ എന്ന് പറഞ്ഞ ആ ഒരു ടങ്ക് വെച്ചിട്ട് നാവ് കൊണ്ടുള്ള ആ ഒരു ഗോഷ്ടി മാറ്റിയിട്ട് E for Emily, അതുപോലെ തന്നെ E for egg എന്നൊക്കെ പറഞ്ഞ് എന്താണ് പഠിക്കുന്ന മാതിരി കാണിക്കുകയാണ്. Ma was not actually looking at me, though, because she was preoccupied with all her problems. She had to mind the luggage, the wobbling Surai, the three of us, and cope with the exhaustion of pregnancy as well. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മ തന്നെയല്ല നോക്കുന്നത്, കാരണം അമ്മക്ക് അല്ലാതെ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അമ്മക്ക് ലഗേജ് ശ്രദ്ധിക്കണം, സുരായി പൊട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് വേറെ നമ്മളെ വീട്ടിലെ കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. അച്ഛന് ഒരു സുരായി ബ്ലോക്ക് ചെയ്തതിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ള സുരായി എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ഇവർ ലഗേജോട് കൂടി, ലഗേജിൻ്റെ കൂടെ എന്താണ് ഈ വെള്ളമൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു സുരായും കരുതിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് വോബിൾ ചെയ്തുകൊണ്ടാണ്. അപ്പം ആ ഒരു വോബ്ലിങ് സുരായി ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ഈ 3 കുട്ടികളെ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ അമ്മ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അങ്ങനെ ഉള്ള ഈ ഒരു അവസ്ഥയിൽ അമ്മ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടിയല്ല നോക്കിയിരുന്നത്. At one of the stations, we bought a lot of samosa filled with chilies. അപ്പോൾ എന്താണ് ഒരു സ്റ്റേഷനിൽ വെച്ചിട്ട് എന്താണ് ഇവർ ഒരുപാട് സമോസ വാങ്ങുന്നുണ്ട്. Just when we were buying them, a woman was making her child pee through the next window. The sight made me feel quite nauseous and I couldn't eat my samosa. So I gave it to Ma instead. അങ്ങനെ സമൂസ വാങ്ങി എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെ അവർ ജസ്റ്റ് വെൻ വി വർ ബൈയിങ് ദം, ആ സമയത്ത് ഇവർ വാങ്ങിയ ആ ഒരു സമയത്ത് തന്നെ ഒരു സ്ത്രീ തൻ്റെ കുട്ടിയെ അടുത്തുള്ള വിൻഡോയിൽ എന്താണ് ഒരു കുട്ടി തൻ്റെ കുട്ടിയെ ഒരമ്മ തൻ്റെ കുട്ടിയെ എന്താണ് ജനലിലൂടെ മൂത്രമൊഴിപ്പിക്കുന്നത് കാണുകയാണ്. അപ്പോൾ ഈ ഒരു സൈറ്റ് കണ്ടപ്പോൾ ഇവൾക്ക് ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നുകയാണ്. അപ്പോൾ സമൂസ ഒന്നും കഴിക്കാൻ കഴിയുന്നില്ല, അത് അമ്മക്ക് കൊടുക്കുകയാണ്. Meanwhile, I crushed a piece of potato which was lying on the seat into the shape of an insect to frighten my younger sister. അതേസമയം ഇവളെ ഈ ഒരു ട്രെയിനിൽ ഇരുന്നു കൊണ്ട് ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും അവളുടെ ഓരോ കാര്യങ്ങളും അവൾ എന്തൊക്കെ ചെയ്യുന്നു എന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ വിവരിക്കുന്നത്. അപ്പോൾ അതിൽ അവൾ പിന്നെ എന്താ ചെയ്യുന്നത്, ഒരു പൊട്ടാറ്റോ എടുത്തിട്ട് എന്താണ് ഒരു പൊട്ടാറ്റോൻ്റെ പീസ് എടുത്തിട്ട് ക്രഷ് ചെയ്തിട്ട് എന്താണ് അത് പല ഇൻസെക്റ്റിൻ്റെ ഷേപ്പിലൊക്കെ ആക്കിയിട്ട് അവളുടെ യങ്ങർ സിസ്റ്ററിനെ പേടിപ്പിക്കുകയാണ്, അത് വെച്ച് പേടിപ്പിക്കുകയാണ്. ഷീ സ്ക്രീംഡ്. അപ്പം ആ കുട്ടി ഭയന്നിട്ട് എന്താണ് സ്ക്രീം ചെയ്യുന്നുണ്ട്. Ma smacked at me and I started to cry as well. My elder sister was irritated and said, "Oh, what a nuisance you are." Despite her irritation, I know that it is only my elder sister who really loves me. Everyone else is horrible. അപ്പം ഈ കുട്ടിയെ പേടിപ്പിച്ചപ്പോൾ എന്താണ് അമ്മക്ക് ദേഷ്യം വരികയാണ്. അങ്ങനെ അമ്മക്ക് ദേഷ്യം വന്നിട്ട് എന്താണ് ഈ അമ്മ എന്താണ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ
ഈ ഒരു കുട്ടീനെ എന്താണ് തല്ല് കിട്ടുകയാണ്, ചെറുതായിട്ടൊരു തല്ല് കിട്ടുകയാണ്. അമ്മയുടെ അടുത്ത് നിന്ന് ചെറുതായിട്ട് നമ്മുടെ നറേറ്ററിനൊരു തല്ല് കിട്ടുകയാണ്. അപ്പോൾ ഇവൾക്ക് ശരിക്കും പറഞ്ഞാൽ കരച്ചിൽ വരുന്നുണ്ട്. അവളെന്താണ് കരയാൻ തുടങ്ങുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് എന്താണ് ഈ കുട്ടിയുടെ നമ്മുടെ നറേറ്ററിൻ്റെ മൂത്ത ചേച്ചിയുണ്ട്, എൽഡർ സിസ്റ്റർ ഉണ്ട്. ഇവർ 3 മക്കളാണ്. അപ്പോൾ ഈ എൽഡർ സിസ്റ്ററിന് ഇറിറ്റേഷൻ വന്നിട്ട് അവർ പറയുകയാണ്, മൂത്ത ചേച്ചി പറയുകയാണ്, ഈ കുട്ടിയുടെ മൂത്ത ചേച്ചി പറയുകയാണ്, എന്തൊരു ശല്യമാണ് നീ എന്ന് പറയുകയാണ്. അവൾ ഇറിറ്റേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ഇവളുടെ ഈ ഒരു മാറ്റേഴ്സ് കൊണ്ട് ഇറിറ്റേറ്റഡ് ആയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ എങ്കിൽ പോലും എന്താണ് ഇവൾക്കറിയാം, നമ്മുടെ നറേറ്ററിനറിയാം, എന്താ അറിയാം, എന്തൊക്കെ ആയാലും എന്താണ് തൻ്റെ മൂത്ത ചേച്ചിക്ക് മാത്രമാണ് തന്നോട് ഇഷ്ടമുള്ളത്. മൂത്ത ചേച്ചി മാത്രമാണ് എന്താണ് തന്നെ സ്നേഹിക്കുന്നത്. ബാക്കി എല്ലാവരും എന്താണ് തനിക്ക് ഹൊറിബിളാണ് എന്നാണ് നറേറ്റർ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. Mama was waiting to receive us at the station. On the way to Nanny's, I sat next to Mommy and noticed the rubies in her earlobes bobbing up and down while she chewed pan. Every time the driver pressed the jeep's horn, my sisters and I would scream in unison, "Poo poo." The driver was amused at our screaming, and when we reached the house, he lifted me and my younger sister out of the jeep. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നറേറ്റർ സ്റ്റേഷനിലെത്തിയപ്പോൾ ഈ നറേറ്ററിൻ്റെ അമ്മാവനെ എന്താണ് അവർ സ്വീകരിക്കാൻ വേണ്ടി സ്റ്റേഷനിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ, നാനിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ എന്താണ് നറേറ്റർ ഇരിക്കുന്നത് മാമിയുടെ അടുത്തായിട്ടാണ്. മാമി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പാൻ ച്യൂ ചെയ്യുന്നുണ്ടായിരുന്നു, മുറുക്കാൻ ചവക്കുന്നുണ്ടായിരുന്നു. അപ്പം അവരുടെ കാതുകളിൽ ഉള്ള ഒരു റൂബീസ് എന്താണ് അതിനനുസരിച്ച് തന്നെ എന്താണ് ബോബ്ലിങ് അപ്പ് ആൻഡ് ഡൗൺ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അങ്ങോട്ട് ചാടി കളിക്കുക എന്ന് വെച്ചാൽ ച്യൂ പാൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്താണ് അവരുടെ ആ ഒരു ഇയർ ലോബ്സും എന്താണ് അപ്പ് ആൻഡ് ഡൗൺ ബോബ് ചെയ്യുന്നുണ്ടായിരുന്നു, ചാടി കളിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡ്രൈവർ ജീപ്പിൻ്റെ ഹോൺ അടിക്കുന്നതിനനുസരിച്ചിട്ട് ഈ കുട്ടികൾ ഞാനും എൻ്റെ സിസ്റ്റേഴ്സും നറേറ്റർ പറയാണ്, ഞാനും എൻ്റെ സിസ്റ്റേഴ്സും ആ ഒരു ജീപ്പിൻ്റെ ഹോണിനനുസരിച്ചിട്ട് ഒരുമിച്ച് പൂ എന്നെന്താണ് സൗണ്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഡ്രൈവർക്കാണെങ്കിലോ അത് വളരെ ഇഷ്ടമാവുന്നുണ്ട്. അങ്ങനെ ഇവർ ഈ ഒരു നാനിയുടെ വീട്ടിലെത്തുകയാണ്. നാനിയുടെ വീട്ടിലെത്തിയപ്പോൾ എന്താണ് എന്നെയും എൻ്റെ യങ്ങർ സിസ്റ്ററിനെയും ജീപ്പിന് പുറത്തേക്ക് ഡ്രൈവറാണ് എന്ത് ചെയ്യുന്നത് പുറത്തേക്ക് ഇറക്കുന്നത്. അപ്പോൾ ഡ്രൈവറിനെ കുറിച്ച് പറയാണ്, ഡ്രൈവർക്ക് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു മസ്റ്റേഷൻ ഉണ്ട്, സ്മെൽറ്റ് ഓഫ് ടീ ആൻഡ് ബീഡീസ് ആൻഡ് ഒരു യൂണിഫോം മെയ്ഡ് ഓഫ് കോഴ്സ് വൂൾ വിച്ച് സ്റ്റിക്കർ മീ ആൻഡ് മെയ്ഡ് മീ ഫീൽ സ്ലീപ്പി. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഡ്രൈവർക്ക് നല്ല കട്ടിയുള്ളൊരു മീശയൊക്കെ ഉണ്ട്. അയാൾക്ക് എന്താണ് അതുപോലെ തന്നെ ബീഡിയുടെയും അതുപോലെ തന്നെ ചായയുടെയൊക്കെ ഒരു മണമാണ് തോന്നുന്നത്. ഈ കുട്ടിയെ എടുത്ത് പുറത്ത് ഇറക്കിയപ്പോൾ ഈ കുട്ടിക്ക് ഫീൽ ചെയ്യുകയാണ്, നറേറ്ററിന് ഫീൽ ചെയ്യുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു യൂണിഫോം എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക കട്ടിലൊരു കമ്പിളി മാതിരി ഉള്ളതാണ്. അപ്പം അത് തട്ടിയപ്പോൾ ഈ കുട്ടിക്ക് ഇക്ലി ആവുന്നത് പോലെയും അതുപോലെ തന്നെ ഉറക്കം വരുന്നത് പോലെയൊക്കെ തോന്നുകയാണ്. When the Surai was lifted out of the jeep, it overturned and once again there was water everywhere. This incident reminded me so much of Babu that absent-mindedly I trod hard on my younger sister's sandal, nearly tripping her up. അപ്പോൾ എന്താണ് അവർ ഈ ഒരു വണ്ടിയിൽ നിന്ന് ജീപ്പിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു സുരായി എന്താണ് ജീപ്പിൽ നിന്ന് പുറത്തേക്ക് എടുത്തപ്പോൾ എന്താണ് അത് ഓവർടേൺ ചെയ്തിട്ട് ഈ ഒരു സുരായിൽ നിന്ന് വെള്ളമൊക്കെ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ എല്ലായിടത്തും വെള്ളമാവുകയാണ്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് ഇവരെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബാബു വീട്ടിൽ നിന്ന് ബാബുവിൻ്റെ കയ്യിൽ നിന്ന് എന്താണ് ഈ ഒരു സുരായി വീണിട്ട് പൊട്ടിയതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിലേക്ക് എന്താണ് ഈ ഒരു നറേറ്ററിനെ ഈ ഒരു സംഗതി എത്തിക്കുകയാണ് അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുകയാണ്. I trod hard on my younger sister's sandal, nearly tripping her up. "You're the cause of all my problem," Ma hissed at me through tightly clenched teeth so that no one could hear. She then grabbed hold of my arm as if to prevent me from falling over, but actually pressed it so hard that my shoulder hurt. അങ്ങനെ ഇവർ ചീപ്പിൽ നിന്ന് ഇറങ്ങി നാനിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്താണ് ഈ ഒരു നമ്മുടെ നറേറ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അറിയാതെ
തൻ്റെ അനിയത്തിയുടെ ചെരുപ്പ് ചവിട്ടുകയാണ്. അങ്ങനെ അവൾ എന്താണ് വീഴാൻ പോയപ്പോൾ അമ്മ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അമ്മക്ക് ദേഷ്യം വന്നിട്ട് അമ്മ പറയാണ്, യു ആർ ദ കോസ് ഓഫ് ഓൾ മൈ പ്രോബ്ലം, നീയാണ് എൻ്റെ എല്ലാ പ്രോബ്ലത്തിൻ്റെയും കോസ് നീയാണ് എന്ന് പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടു കൂടി പറയുകയാണ്. അമ്മ ദേഷ്യത്തോടു കൂടി പറഞ്ഞിട്ട് എന്താണ് പല്ലെറിഞ്ഞും കൊണ്ടാണ് പറയുന്നത്, എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നീയാണ്, അല്ലെങ്കിൽ ഈ ഒരു നറേറ്ററാണ് എന്ന് വളരെ ദേഷ്യം പിടിച്ചും കൊണ്ടാണ് പറയുന്നത്. അങ്ങനെ അത് വളരെ പല്ലെറിഞ്ഞും കൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് കേൾക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. She then grabbed hold of my arm as if to prevent me from falling over, but actually pressed it so hard that my shoulder hurt. അതുപോലെ അമ്മ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുട്ടിയെ വീഴാതിരിക്കാൻ വേണ്ടി പിടിക്കുന്നത് പോലെ, നറേറ്ററിനെ വീഴാതിരിക്കാൻ വേണ്ടി പിടിക്കുന്നത് പോലെ പിടിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവൾക്ക് വേദനിക്കുകയാണ്, വളരെ ഹേർട്ടായിട്ടാണ് തോന്നുന്നത്. കാരണം വളരെ ഹാർഡായിട്ട് പ്രസ് ചെയ്തുകൊണ്ടാണ് അമ്മ പിടിക്കുന്നത്. ഈ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. I thought of Babu because whenever we came to Nanny's house, he never accompanied us. And as soon as we arrived, Ma would be lost in the company of Masis, Mamis, Nanny and old maid servants. If we tried going near her during the day, someone or other would say, let the poor thing have some rest at least while she is here. Ma too would put on a pathetic act as if we always harass her at home. I felt disgusted at the thought of entering Nanny's house, so I deliberately loitered behind near the bushes. A mongrel dog came near and sniffed at me. Then I heard someone mentioning my name inside the house and saying, now where has she disappeared? അപ്പം ഈ സമയം കുട്ടി നാനിയുടെ വീട്ടിലെത്തിയ ഈ സമയം കുട്ടി എന്താണ് ബാബുവിനെ കുറിച്ച്, അച്ഛനെ കുറിച്ച് ചിന്തിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഏത് സമയം നാനിയുടെ വീട്ടിൽ വരികയാണെങ്കിലും അച്ഛൻ കൂടെ വരാറില്ല. ആൻഡ് ആസ് സൂൺ ആസ് വി അറൈവ്, അപ്പോൾ അതുപോലെ തന്നെ നാനിയുടെ വീട്ടിലെത്തിയ കഴിഞ്ഞാൽ എന്താണ് അമ്മ എപ്പോഴും എന്താണ് പിന്നെ ആ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അമ്മക്ക് ഫുള്ള് കമ്പനി എന്ന് പറഞ്ഞാൽ മാസീസും മാമീസും നാനിയും അതുപോലെ തന്നെ അവിടെയുള്ള ഓൾഡ് മെയ്ഡ് സെർവൻസും ഒക്കെയാണ്. അവർ എപ്പോഴും എന്താണ് ഇഫ് യു ട്രൈ ഗോയിങ് നിയർ ഹർ ഡ്യൂറിങ് ദ ഡേ, ഈ നറേറ്ററൊക്കെ അവരുടെ അടുത്തേക്ക് പോകാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയും, ലൈക്ക് ദ പുവർ തിങ് ഹാവ് സം റെസ്റ്റ് അറ്റ് ലീസ്റ്റ് വൈൽ ഷീ ഈസ് ഹിയർ, ഇവിടെ ആകുമ്പോഴെങ്കിലും ആ പാവത്തിന് കുറച്ച് റെസ്റ്റ് കൊടുക്ക് എന്നുള്ള രീതിയിലാണ് മറ്റുള്ളവർ സംസാരിക്കുക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അമ്മയും വളരെ പെതറ്റിക്കായിട്ടുള്ളൊരു ആക്റ്റിൽ ഇങ്ങനെ ഇരിക്കും. ഞങ്ങൾ വീട്ടിലായിരിക്കുന്ന സമയത്ത് അവരെ വളരെ ഹരാസ് ചെയ്യുന്നത് മാതിരി ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ അവരും വളരെ പെതറ്റിക്കായിട്ട് ആക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. I felt disgusted at the thought of entering Nanny's house. ഇതുകൊണ്ടൊക്കെ തന്നെ എന്താണ് എനിക്ക് നാനിയുടെ ഹൗസിൽ വരിക എന്ന് പറഞ്ഞാൽ, എൻ്റർ ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഡിസ്കസ്ഡ് ആയിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഡെലിബ്രേറ്റ് ആയിട്ട് തന്നെ എന്താണ് ബുഷസിൻ്റെ മറവിൽ പോയിരിക്കുകയാണ്. ആ സമയം എന്താണ് ഒരു മൊങ്ക്രൽ ഡോഗ് വരികയാണ് ഈ കുട്ടിയുടെ അടുത്തേക്ക്, നറേറ്ററിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ് ഒരു മൊങ്ക്രൽ ഡോഗ് വന്നിട്ട് ഇവൾക്ക് വീട്ടിൽ കയറാൻ, നാനിയുടെ വീട്ടിലേക്ക് കയറാനൊരു ഇഷ്ടം തോന്നുന്നില്ല. അപ്പോൾ അവിടെ ഈ ബുഷസിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണല്ലോ, അവിടെ ഈ മൊങ്ക്രൽ ഡോഗ് വരികയും അവളങ്ങനെ മണക്കുകയൊക്കെ ചെയ്യുകയാണ്. ആ സമയം ആരോ എന്താണ് ഐ ഹേർഡ് സമൺ മെൻഷനിങ് മൈ നെയിം ഇൻസൈഡ് ദ ഹൗസ്, വീട്ടിനുള്ളിൽ ഇവളുടെ പേര് മെൻഷൻ ചെയ്യുന്നത് ഇവൾ കേൾക്കുകയാണ്. നൗ വേർ ഹാസ് ഷീ ഡിസപ്പിയേർഡ്, എന്താ പറയുന്നതെന്ന് വെച്ചാൽ എവിടെ പോയി, അവളെപ്പോൾ എവിടെ പോയി, അവളെ കാണുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ആരോ സംസാരിക്കുന്നത് അവൾ മെൻഷൻ ചെയ്യുന്നത് അവൾ കേൾക്കുന്നുണ്ട്. I entered the house along with the dog and saw Nanny sitting with Mama's son on her lap. As soon as she saw the dog, she shooed it away because to her all animals are as untouchables. The dog used to be reprimanded, tucked its tail between its legs and went out. I was told to bend down and touch Nanny's feet. Someone from the family said, not like that, bend properly. You are born a girl and you will have to bend for the rest of your life. So you might as well learn. Your Nanny blessed me by waving her hand over my both back and said, this girl hasn't grown taller. Who would believe she is 8 years old?
അപ്പം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾ വീട്ടിലേക്ക് കയറിയപ്പം ഐ എൻ്റർ ദ ഹൗസ് അലോങ് വിത്ത് ദ ഡോഗ്, എന്താണ് നായയും കൂടി കൂട്ടിയിട്ടാണ് വീട്ടിലേക്ക് കയറുന്നത്. അപ്പോൾ നാനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മാമയുടെ മകനെ, അമ്മാവൻ്റെ ഈ കുട്ടിയുടെ നറേറ്ററിൻ്റെ അമ്മാവൻ്റെ മകനെ ലാപ്പിൽ വെച്ചിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഡോഗിനെ കണ്ട ഉടനെ എന്താണ് അവർ അതിനെ ആട്ടി ഓടിക്കുകയാണ്, ദൂരേക്ക് ഓടിക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ച് എല്ലാ അനിമൽസും എന്താണ് അൺടച്ചബിൾസ് ആണ്. അപ്പം ഈ നായ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് യൂസ് ടു ബീങ് റെപ്രിമെൻറ്റഡ് ടക്ക് ഇറ്റ്സ് ടെയിൽ ബിറ്റ്വീൻ ഇറ്റ്സ് ലെഗ്സ് ആൻഡ് വെൻഡ് ഔട്ട്. അത് അതിൻ്റെ ലെഗ്സിന് ഇടയിലൂടെ ടക്ക് ചെയ്തുകൊണ്ട് അത് പുറത്തേക്ക് ഓടുകയാണ്. ഐ വാസ് ടോൾഡ് ടു ബെൻഡ് ഡൗൺ ആൻഡ് ടച്ച് നാനീസ് ഫീറ്റ്. അപ്പം മറ്റുള്ളവർ എൻ്റെ അടുത്ത് പറയുകയാണ്, കുഞ്ഞ് നാനിയുടെ ഫീറ്റ് തൊട്ട് വന്ദിക്കാൻ പറയാണ്. ഫാമിലിയിലുള്ള someone from the family said, no, like that, bend properly. അതുപോലെയല്ല, നന്നായിട്ട് ബെൻഡ് ചെയ്യൂ, പ്രോപ്പറായിട്ട് ബെൻഡ് ചെയ്യൂ. നീ ഒരു ഗേളായിട്ടാണ് ജനിച്ചത്, അപ്പോൾ നിൻ്റെ ലൈഫിൽ എപ്പോഴും എന്താണ് നീ ബെൻഡ് ചെയ്യണം. അത് നീ എപ്പോഴും എന്താണ് ബെൻഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതുണ്ട് നിൻ്റെ ലൈഫിൽ. സോ യു മൈറ്റ് ആസ് വെൽ ലേൺ ഓർ നാനി ബ്ലെസ് മീ ബൈ വേവിങ് ഹർ ഹാൻഡ് ഓവർ ബൈ ബോത്ത് ബെക്ക് ആൻഡ് സെൻ. അപ്പോൾ നീ എന്താണ് ശരിക്കും പ്രോപ്പറായിട്ട് ബെൻഡ് ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട്, കാരണം നീ ഗേളായിട്ടാണ് ജനിച്ചത്, അപ്പോൾ നീ ലൈഫ് ലോങ് ബെൻഡ് ചെയ്യേണ്ടതുണ്ടെന്ന് പറയണം. അപ്പോൾ ആ സമയത്ത് എന്താണ് നാനി അവളെ ബ്ലെസ് ചെയ്യാണ്. എന്നിട്ട് പറയുകയാണ്, ഈ കുട്ടി എന്താണ് ഇത്രയും ആയിട്ടും എന്താണ് നീളമൊന്നും വെച്ചിട്ടില്ലല്ലോ, ആരാ പറയുക ഇവൾക്ക് 8 വയസ്സായി എന്നൊക്കെയാണ് നാനി ചോദിക്കുന്നത്. Even though I pinched Mama's son, he kept following me around like an idiot. He was very fair, chubby and supposed to be cute. He was also tall for his age, and though only 5 years old, could easily pass for 7. Will you tell me a story tonight? He asked. I said no and pretended to read the newspaper. Oh, what a nuisance this is, Ma kept complaining. The old lady from the neighborhood who had come to see Ma told Nanny. This time, Lally will definitely have a boy. Just look at her complexion. When she was expecting the girls, it was pink, but now it has tinge of yellow. I'm sure it will be a boy this time. Who knows, perhaps even this time, moaned Ma as she put on a pathetic expression and began paring her nails. Is there anyone to cook for your husband? Asked the old lady. Her question set me thinking about Babu. How good he smelled and the softness of his laugh, and how when we came here Ma did not allow us to lie in her lap for too long and complain. Oh, my bones are aching, my sari is all trash. Get up now, I have such a lot of work to do, and to top it all there is this huge nuisance. Come on, get up. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ എന്താണ് ഈ ഗേൾ ചൈൽഡ് ഈസ് ഓൾവേസ് എ പ്രോബ്ലം എന്നുള്ള രീതിയിലാണ് കാണുന്നത്. പെൺകുട്ടി എപ്പോഴും എന്താണ് പ്രശ്നമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രശ്നമാണ് പെൺകുട്ടി എന്നുള്ള രീതിയിൽ. പക്ഷേ എന്താണ് ബോയ്സിന് എന്താണ് ഇപ്പോൾ ഈ ഒരു മാമയുടെ ബോയിനൊക്കെ ആണെങ്കിലും കിട്ടുന്ന ആ ഒരു ലവും എഫെക്ഷനും എന്താണ് ഈ ഗേൾസിന് കിട്ടുന്നില്ല. അപ്പം ഈ ബോയ്സാണ് ഒരു ഫാമിലിയുടെ പ്രൈഡ് എന്നുള്ള രീതിയിലാണ് അവരെ കൺസിഡർ ചെയ്യുന്നത്. മറ്റവരെ ഗേൾസിനെ എന്താണ് ഇൻഫീരിയർ ആയിട്ട് അതറായിട്ട് അല്ലെങ്കിൽ അവരെന്താണ് ദേ ആർ ഫോഴ്സ്ഡ് ഇൻ ടു സബ്മിഷൻ ഈവൻ ഇഫ് ഷീസ് എ ചൈൽഡ് ഓർ ആൻ അഡൽട്ട്. അപ്പോൾ എന്താണ് ചൈൽഡ് ആവട്ടെ അഡൽട്ട് ആവട്ടെ അവളെപ്പോഴും സബ്മിസീവ് ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് സൊസൈറ്റി നോക്കിക്കാണുന്നത്. അപ്പം ആ ഒരു രീതിയിൽ ഗേൾസിനെ എങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഗേൾസിന് സൊസൈറ്റി നൽകുന്നത് എന്നുള്ളതിന് ഒരു തുറന്ന ഒരു എക്സാമ്പിളായിട്ട് തന്നെയാണ് ഈ ഒരു സ്റ്റോറി പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു ഓൾ.